കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വായനകളും ഈശോയോട് ബന്ധപ്പെടുത്തി, ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്, ദൗത്യമുണ്ട് എന്ന് വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അനുദിന ജീവിതത്തിൻ്റെ അധ്വാനവും കഷ്ടപ്പാടും ഭാരമൊക്കെ പേറി ജീവിക്കുന്നവരാണ് നമ്മൾ. കുടുംബവുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ തന്നെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരിയേറെ വൈകാരികവും മാനസികവുമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മെ സ്വർഗം അതിനേക്കാൾ ഉന്നതമായ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യമാണ് ഇന്നത്തെ 2 വായനകളിലൂടെ തരിക. എസ്രാ പ്രവാചകൻ്റെ പുസ്തകത്തിലും ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഒന്നിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു, 2 ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത് 2ഉം ഇവരുടെ യോഗ്യത കണ്ടിട്ടല്ല, മറിച്ച് ക്ഷണനേരത്തേക്ക് കർത്താവ് കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹവുമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് കർത്താവ് തന്നെയാണ്. ഇവിടെ അപ്പസ്തോലന്മാർ അവരുടെ സ്വഭാവം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിനേക്കാൾ അപ്പുറമായി, അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവ് അവരെ ദൈവരാജ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുക. എന്ന് പറയുന്ന പോലെ ഒരു ജനതയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് എസ്രാ ഈ ജനത്തിന് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ പാപം ഞങ്ങളുടെ തലയ്ക്കുമേത് നിൽക്കുക, ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത്രമാത്രം പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ നിഷേധിച്ച് കടന്നുപോയൊരു ജനതയെ കർത്താവ് കരുണ കാണിച്ചിട്ട് ഈ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച്, ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന എന്തിനാ? ജെറുസലേം ദേവാലയം പുനഃസ്ഥാപിക്കാനായിട്ട്, വീണ്ടും പണിയാനായിട്ട്. തകർന്നു പോയ ജെറുസലേം ദേവാലയം വീണ്ടും പുതുക്കിപ്പണിയാൻ. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവരുടെ വലിയ അഭിമാന വിഷയം തന്നെയാണ്. ഇവിടെ അപ്പസ്തോലന്മാരെ കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം എന്താ? രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ബഹിഷ്കരിക്കുക, വചനം പ്രസംഗിക്കുക, അങ്ങനെ ദൈവരാജ്യം പടുത്തുയർത്തുക. ഇവിടെ ജെറുസലേം ദേവാലയം പടുത്തുയർത്താനാണ് അവരെ തിരികെ കൊണ്ടുവരുന്നെങ്കിൽ ഇവിടെ അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന ദൗത്യം എന്താ? ജെറുസലേം ദേവാലയം എസ്രായുടെ നേതൃത്വത്തിൽ പണിതുയർത്താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇവിടെ അപ്പസ്തോലന്മാരിലൂടെ ദൈവരാജ്യം പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയം പണിയുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം പണിയുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന് അനുഭവങ്ങളാകുന്ന സ്നേഹവും സമാധാനവും കരുണയും ദയയും നന്മയും ഒക്കെ പടുത്തുയർത്തുക എന്നുള്ള ഒരു വിളിയും അതിനേക്കാൾ ഉപരിയായി അപ്പസ്തോലന്മാരെ കർത്താവ് ഏൽപ്പിച്ച്, നിങ്ങൾ വചനം പ്രസംഗിക്കുക, ലോകമെങ്ങും പോയി സുവിശേഷം പറ, 2 രോഗികളെ സുഖപ്പെടുത്ത്, പിശാചുകളെ ബഹിഷ്കരിക്കുക. എന്താണ്? തിന്മയുടെ അധികാരത്തെ, രാജ്യത്തെ തകർക്കുകയും അങ്ങനെ ദൈവരാജ്യം പടുത്തുയർത്താനുള്ള വിളി എല്ലാവർക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടുമ്പോൾ എവിടെയാണ് ദൈവരാജ്യം പണിയേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിച്ചടക്കേണ്ട വിഷയമല്ല. നമ്മളിൽ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ പണി ആരംഭിക്കേണ്ടത്. നമ്മളിലുള്ള അടിമത്തങ്ങളുടെ, തിന്മയുടെ, വിശുദ്ധീകരിക്കപ്പെടേണ്ട, സൗഖ്യം കിട്ടേണ്ട, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളെ നമ്മൾ ദൈവരാജ്യ അനുഭവമായി പണിതുയർത്താൻ ആഗ്രഹിക്കുമ്പോൾ
നമ്മളിൽ ഈ ദൈവരാജ അനുഭവത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്താണ്? ദൈവരാജ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവരോട് പറഞ്ഞത്. ഒന്ന്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്നും എടുക്കണ്ടെന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? മാനുഷികമായ അധ്വാനത്തിലോ കരുതലിലോ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒന്നിലോ അല്ല, ദൈവത്തിൻ്റെ കരുതലിലും ദൈവത്തിൻ്റെ പരിപാലനയിലും ആശ്രയിച്ചു കൊണ്ടായിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ ആത്മീയ ജീവിതം എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്ന് ദൈവരാജ അനുഭവത്തിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മീയമായി വളരാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിനുവേണ്ടി അധ്വാനിക്കുമ്പോഴൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ നമുക്ക് പലർക്കും പറ്റണില്ല. ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവന് കിട്ടുന്ന ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നറിയാമോ? ആകുലതകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ ആത്മാവിന് പൂർണ്ണമായ വിടുതൽ കിട്ടും. എപ്പോൾ? ദൈവപരിപാലനയിൽ പൂർണ്ണമായി ഒരു ദൈവ പൈതൽ ആശ്രയിച്ചാൽ അവന് നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ, ആശങ്കകൾ, ഇതൊന്നും ആത്മാവിനെ ഭരിക്കില്ല. ഇന്ന് നമ്മൾ ഇതൊക്കെ ഭരിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അസ്വസ്ഥതകൾ, ആകുലതകളും നിരാശകളും, നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും, അയ്യോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നും ഭരിക്കുന്നുണ്ട് എങ്കിൽ ദൈവപരിപാലനെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവരാജ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവപരിപാലനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ പൊടി തട്ടിക്കളയുക. അവരെ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൊടി തട്ടി, മറ്റൊരു വാക്യം പറഞ്ഞാൽ നിങ്ങൾ പ്യുവറായിട്ട് ദൈവരാജ ശുശ്രൂഷയിൽ നിങ്ങൾ പ്യുവറായിട്ട് നിൽക്കുക, വിശുദ്ധിയോടെ നിൽക്കുക. ഒരു മാലിന്യവും നിങ്ങളെ സ്പർശിക്കാതിരിക്കട്ടെ, മറ്റൊന്നും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങളെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ എന്നുള്ള സന്ദേശം കൂടിയുണ്ട്. അതുതന്നെയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുതുക്കി പണിയലിന് വേണ്ടി തിരിച്ചു വന്ന ജനതയോട് എസ്ര പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കരുത്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ ആരാധിക്കാനുള്ള വിളി സ്വീകരിച്ച നമ്മൾ വീണ്ടും മലിനരാകരുത് എന്നാണ് എസ്ര പറയുന്നത്. അത് തന്നെയാണ് സുവിശേഷത്തിലും പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ തന്നെ ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിൻ്റെ നുഖങ്ങൾ നമ്മൾ പേറുന്നുണ്ടെങ്കിൽ, സൗഖ്യം കിട്ടേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നു. ചിലപ്പോൾ ഇന്നലകളുടെ മുറിവേറ്റ അനുഭവങ്ങളായിരിക്കാം, ഓർമ്മകളിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും നൊമ്പരങ്ങളൊക്കെ ആയിരിക്കാം. ഇതിൽ നിന്നൊക്കെ സൗഖ്യമെടുത്ത് സുവിശേഷ ജീവിതം നയിക്കാൻ സ്വർഗം നമ്മളെ എല്ലാവരെയും ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വായനകളുടെ സന്ദേശം. ഒന്നോ രണ്ടോ പേരെയല്ല, ഏതാനും പേരെയല്ല, എല്ലാവരിലും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും നമ്മുടെ സ്വഭാവമോ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളൊന്നും പരിഗണിക്കാതെ തന്നെ സ്വർഗം നമ്മുടെ മേൽ വർഷിക്കുന്നത് ഈ ദൈവരാജ്യ അനുഭവത്തിൽ പങ്കുകാരാകാനും ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ആത്മീയ വിളിയും നമ്മുടെ മേലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരമായി എന്നിലൂടെ ദൈവരാജ്യം പടുത്തുയർത്താൻ എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.